ചിത്രത്തിലുള്ള ഈ ബ്ലാക്ക് ഡോട്ടിലോട്ട് ഒരു 15 സെക്കൻഡ്സ് ഒന്ന് നോക്കിയിരിക്കും. ബ്ലാക്ക് ഡോട്ടിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഒരു 15 സെക്കൻഡ്സ് ഇരിക്കണേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഒരു വൈറ്റ് സർഫസിലോട്ട് ഒന്ന് നോക്കിയേ. ഇനി ഒന്ന് ബ്ലിങ്ക് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു റിയൽ റെയിൻബോ പോലെ എന്തെങ്കിലും നിങ്ങളുടെ വൈറ്റ് സർഫസിൽ കാണുന്നുണ്ടോ? ശരിക്കും ഈ വൈറ്റ് സർഫസിൽ ഒരു റെയിൻബോ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ബ്രെയിന് ഒരു റിയൽ റെയിൻബോനെ അവിടെ പെർസീവ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കണ്ട ഈ പിക്ചറിലുള്ള ആ റെയിൻബോൻ്റെ ഓപ്പോസിറ്റ് കളറിലാണ് പോലും. സോ ഇതിൻ്റെ പേരാണ് റെയിൻബോ ആഫ്റ്റർ ഇമേജ് ഇല്യൂഷൻ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് നേരം ഈ പിക്ചറിലോട്ട് നോക്കിയിരുന്ന സമയത്ത് ഈ പിക്ചറിലുള്ള കളേഴ്സ് സെൻസ് ചെയ്യുന്ന നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂറോൺസ് ഫെറ്റീഗായി അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയി. അവിടുന്ന് നമ്മളൊരു വൈറ്റ് സർഫസിലോട്ട് പെട്ടെന്ന് നോക്കിയ സമയത്ത് നമുക്കറിയാലേ, വൈറ്റ് സർഫസ് എല്ലാതരം വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെയും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചില കളർ സെൻസ് ചെയ്യുന്ന ന്യൂറോൺസ് ഇപ്പോൾ ഫെറ്റീഗായിട്ട് ഇരിക്കുകയാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കുറച്ച് സമയം നോക്കിയതിനെ കൊണ്ട്. അപ്പോൾ അതല്ലാത്ത ബാക്കി കളറിനെ സെൻസ് ചെയ്യുന്ന ന്യൂറോൺസ് ആണ് ഇപ്പോൾ ഡോമിനൻ്റ് ആയിട്ട് ഫയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കളറില്ലാത്ത അതിൻ്റെ ഒപ്പോണൻറ്റ് കളേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് സർഫസിൽ റെയിൻബോ ആയിട്ട് കാണുന്നത്. അതായത് റെഡിഷ് ആയിട്ടുള്ളത് ഇപ്പോൾ ഗ്രീനിഷ് ആയിട്ടും, ബ്ലൂയിഷ് ആയിട്ടുള്ളത് ഇപ്പോൾ യെല്ലോയിഷ് ആയിട്ടും, ലൈറ്റ് ആയിട്ടുള്ളത് ഡാർക്ക് ആയിട്ടും, ഇനി ഇതിൻ്റെയൊക്കെ മിക്സ് ആയിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടും നിങ്ങൾ കാണും. അപ്പോൾ ഇതൊരു അടിപൊളി ഇല്യൂഷൻ അല്ലേ? റിയാലിറ്റിയെക്കുറിച്ചും ഇല്യൂഷനെക്കുറിച്ചും ബ്രെയിനിൻ്റെ പെർസെപ്ഷനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ചെക്ക് ദ ലിങ്ക് ഇൻ ബയോ. ചിയേഴ്സ്.